ഗംഗയുടെ കാര്യമാണ്. അവനെന്തോ അപകടം പറ്റിയ എനിക്കൊരു പേടി. ഇല്ലെങ്കിൽ അവനെ വിളിക്കില്ല. മാമൻ എന്നെ കൂട്ടാൻ വന്നപ്പോ പറഞ്ഞു ഗംഗ വീട്ടിലുണ്ടെന്ന്. വീട്ടില് വരലോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിപ്പോ പതിവില്ലാത്തവൻ അന്ന് മിണ്ടാണ്ടിരുന്ന ഞാൻ വെച്ച മീൻകറിയും കൂട്ടി ചോറ് തിന്നു. മുഖം പൊക്കി എന്നെ നോക്കിയ പോലും ഇല്ല. അതല്ലെങ്കിലും അങ്ങനെയായിരുന്നു. നീ വാതിലോട്ട് കിടന്നോ, ഞാൻ പുറത്തു കിടക്കണ്ടാവും. ഞാൻ അവനൊരിക്കലും സമാധാനം കൊടുത്തിട്ടില്ല. എന്നും വഴക്കായിരുന്നു. അത് കണ്ടാണ് അച്ഛനും അമ്മയും നേരത്തെ പോയത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം എന്റെ ജീവിതം എല്ലാം ഞാനാണ് നശിപ്പിച്ചത്. നിന്റെ സഹതാപം, സ്നേഹം, എനിക്ക് സഹതാപ സ്നേഹം വേണ്ട, എനിക്കത് വേണ്ട. ഞാൻ കൃഷ്ണോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിൽ പോയിക്കൊള്ളു കേട്ടോ. ഞാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ പോയി വരുമ്പോ നിന്നിവിടെ കാണാൻ പാടില്ല. നീ അവൻ്റെ കൂടെ പോയിക്കൊള്ളണം. രാവിലെ പമ്പിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു അവനത് പറഞ്ഞത്. അന്നാണ് എനിക്ക് അവന് വേണ്ടി കൂടി ഒന്ന് കരയണമെന്ന് തോന്നിയത്. കൃഷ്ണ, ഒരു മനുഷ്യജീവിയെ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഗംഗ വരും, അവനൊന്നും പറ്റില്ല.